കേരളക്കരയിൽ വികസനത്തിൻ്റെ തേരോട്ടം നടക്കുമ്പോൾ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള പദ്ധതികളാണ് ഈ മണ്ണിൽ യാഥാർത്ഥ്യമാകുന്നത്. ഒരു പതിറ്റാണ്ടായി മലയാളക്കരയിൽ വികസന വിസ്മയങ്ങൾ പെയ്തിറങ്ങുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലെ വികസന പാതകളിലൂടെ ഒരു യാത്ര. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ട്. തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന പാറശാല വ്യത്യസ്ത ഭാഷാ സംസ്കാരങ്ങളുടെ സംഗമഭൂമി കൂടിയാണ്. വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത മുന്നേറ്റത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. പാറശാലയുടെ വികസനപാതയിലൂടെ ഒരു യാത്ര. അമ്പൂരി, ആര്യങ്കോട്, കള്ളിക്കാട്, കൊല്ലയിൽ, കുന്നത്തുകാൽ, ഒറ്റശേഖരമംഗലം, പാറശാല, പെരിങ്കിടവിള, വെള്ളറട എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാറശാല നിയോജക മണ്ഡലം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തമിഴ്നാടുമായി ബോർഡർ പങ്കിടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാറശാല. വിവിധ സംസ്കാരങ്ങളുടെ ഭാഗമായി സാമ്പത്തിക ജീവിതം നയിക്കുന്ന ഒരു പിന്നോക്ക പ്രദേശം കൂടിയായിരുന്നു ഈ മണ്ഡലം. നഗരവും മലയോര മേഖലയും ഇടകലർന്ന ഒരു പ്രദേശത്തെ ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നതായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എൻ്റെ മുന്നിൽ ഉയർന്നു വന്ന ഉത്തരവാദിത്വം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഗവൺമെൻറ്റിനെ പരമാവധി മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നിക്ഷേപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇത് ഒരു കാലത്തും ഈ മണ്ഡലത്തിൽ ഒരു ഭരണത്തിന് കീഴിലും വന്നിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ വലിയ ഉജ്ജ്വലമായ മാറ്റം, ചടുലമായ മാറ്റം, വേഗത്തിലുള്ള മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നിയമസഭാ മണ്ഡലത്തിൽ റോഡ് നവീകരണം, കുടിവെള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, വെൺപകൽ ആശുപത്രി എന്നിവയിൽ ഊന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏകദേശം 400-500 ഇടയിൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്, 500 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡുകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തിയത്. ഏകദേശം 200 കോടി രൂപ ആരോഗ്യരംഗത്തും ഈ മണ്ഡലത്തിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞു. പാറശാല താലൂക്ക് ആശുപത്രി എല്ലാ പഞ്ചായത്തിലെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തി കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യവും ഒരുക്കി കൊടുത്തു. ഇതാണ് നമ്മുടെ മണ്ഡലത്തിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ. ഇതെല്ലാം നേർസാക്ഷ്യമാണ്. ആളുകൾക്ക് പോയി നോക്കി കാണാവുന്നതാണ്.
155-ലധികം റോഡുകൾ നവീകരിച്ചതായും കൂടാതെ പുതിയ ബസ് ടെർമിനൽ, കുന്നത്തുകാൽ സ്റ്റേഡിയം, നെയ്യാർ ഡാം വികസനം എന്നിവയും ലക്ഷ്യമിടുന്നതായി MLA ശ്രീ CK ഹരീന്ദ്രൻ പറയുന്നു. ഏകദേശം 1280ഓളം വരുന്ന ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി കരിപ്പയാറിന് കുറുകെ നിർമ്മിച്ച പാലമാണ്. 7 സ്പാനിൽ 25 കോടി രൂപ ചെലവഴിച്ചാണ് ആ പാലം മനോഹരമായി നിർമ്മിച്ച് ഗോത്രവർഗ ജനവിഭാഗങ്ങളെയും നാടിനെയും ബന്ധിപ്പിച്ച് പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചത്. അതുപോലെ പ്ലാമ്പഴിഞ്ഞി പാലം, നെയ്യാർ ഡാമിലെ ഓർണമെൻ്റൽ പാലം, പിന്നെ മൈലക്കര പാലം, ഇങ്ങനെ തുടങ്ങി കീഴാറൂർ പാലം, മൂന്നാറ്റുമുക്ക് പാലം, ഇങ്ങനെ 10ഓളം വരുന്ന പാലം, ചെറുതും വലുതുമായ പാലം. ഇനി 2 പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലെ റോഡുകളും പാറശാല വെള്ളറട ഹിൽ ഹൈവേ ഭാഗങ്ങളും നവീകരിക്കുന്നു. കാരോട് കുടിവെള്ള പദ്ധതി വഴി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നു. വെൺപകൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ്, പൊഴിയൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പുതിയ കെട്ടിടം എന്നിവ പ്രവർത്തനക്ഷമമാക്കുന്നു. ഉദിയൻകുളങ്ങര മാർക്കറ്റ് നവീകരണം, പുതിയ കോടതി സമുച്ചയം, കുന്നത്തുകാൽ സ്റ്റേഡിയം, നെയ്യാർ ഡാം ഡെസ്റ്റിനേഷൻ വികസനം എന്നിവ പ്രധാന പദ്ധതികളാണ്. ഗവൺമെൻറ് ആവിഷ്കരിച്ച ലൈഫ് മിഷൻ വഴിയുള്ള വീട് 4213 വീടുകൾ ഇതിനകം തന്നെ നിർമ്മിച്ച്, വാസയോഗ്യമായ വീട് നിർമ്മിച്ച് ആളുകളെ കുടുംബങ്ങളെ താമസിപ്പിച്ചു. ഇനിയും അവശേഷിക്കുന്ന 936 കുടുംബങ്ങൾ വീണ്ടും വീടുകൾ നിർമ്മിച്ച് പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. 5000-ലേറെ ആളുകൾക്കാണ്, കുടുംബങ്ങൾക്കാണ് ഈ കാലയളവിൽ നമുക്ക് വീട് നിർമ്മിച്ച് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. അതൊരു ചെറിയ സംഖ്യയല്ല എന്നാണ് ഞാൻ കാണുന്നത്. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ഊന്നൽ നൽകി എല്ലാ സർക്കാർ സ്കൂളുകൾക്കും പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കുവാൻ സാധിച്ചു. 1 കോടി മുതൽ 10 കോടി രൂപ വരെ ചെലവഴിച്ചാണ് ഈ ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ലൈഫ് പദ്ധതി പ്രകാരം 5000-ഓളം കുടുംബങ്ങൾക്ക് 4213 വീടുകൾ നിർമ്മിച്ചു നൽകിയതിലൂടെ സുരക്ഷിത ഭവനമെന്ന പാവപ്പെട്ട ഒരു പറ്റം ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതും മറ്റൊരു നാഴികക്കല്ലായി മാറി. മറ്റ് മണ്ഡലങ്ങൾക്കില്ലാത്ത പല സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും പാറശാല പ്രാധാന്യമേറിയ പങ്ക് വഹിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. BSF പോലെ SSFനെ അക്കാദമി മണ്ഡലത്തിൽ സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ് ഉദാഹരണമായി മുന്നിലുള്ളത്. അക്കാദമിക്കായി 32 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സുപ്രീം കോടതി ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞു. ആരോഗ്യരംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് 200 കോടി രൂപയാണ് ഈ മേഖലയിൽ വിനിയോഗിച്ചത്. ഇതിന്റെ ഫലമായി പഞ്ചായത്തുകളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുവാനും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുവാനും സാധിച്ചുവെന്നതും മാതൃകയായി മാറുകയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന 2 ബ്ലോക്കുകളൊന്ന് പാറശാലയും പെരിങ്ങൽവളയുമാണ്. ഈ 2 ബ്ലോക്കും എൻ്റെ മണ്ഡലവുമായി ചേർന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ബ്ലോക്കായി പാൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരാൻ കഴിയും. അങ്ങനെ ഉരുക്കളെ വളർത്തി ജീവിക്കുന്നവരെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആട് വളർത്തൽ കേന്ദ്രം തെക്കൻ കേരളത്തിൽ പണ്ട് മുതലേ ഈ ആടിനോട് കമ്പമുള്ള ഒരു വിഭാഗമാണ് താമസിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ പ്രൈവറ്റ് ഫാമുകളും
ഗവൺമെൻറ് ഫാമും കൂടെ സംയുക്തമായി ഇത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലും ചർച്ചയുടെയും ഒരു നേട്ടമെന്ന് വേണം കരുതാൻ പരശുവയ്ക്കൽ ആട് വളർത്തൽ കേന്ദ്രം. 1000 മലബാറി ആടുകളെ വളർത്തുന്ന ഡബിൾ ടെക്കർ ബിൽഡിംഗ് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇതോടുകൂടി ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കും എന്ന് മാത്രമല്ല, പുതിയ തൊഴിലവസരം കണ്ടെത്താനുള്ള പരിശ്രമവും ഇതുവഴി നമുക്ക് നടത്താൻ കഴിയും. മണ്ഡലത്തിലെ കന്നുകാലി കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പുൽകൃഷി രംഗത്തും പ്രതീക്ഷയുടെ നാമ്പുകളുയർന്നു. കൂടാതെ 1000 മലബാറി ആടുകളെ വളർത്തുന്നതിനായി ഡബിൾ ഡക്കർ ബിൽഡിംഗ് പദ്ധതിക്കും രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞു. പന്നി വളർത്തലിനും താരതമ്യേന സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. ഒരു സ്മാർട്ട് പിഗ് ഫോം പാറശാല കേന്ദ്രീകരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെയും കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. ആർക്കും ശല്യമില്ലാതെ ഹൈടെക്കാണ് പിഗ് ഫോം. ഗോഡ് ഫാമും സ്മാർട്ട് പിഗ് ഫാമും ഇതാണ് ഈ മണ്ഡലത്തിൽ വരുത്തിയ വികസനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് എനിക്ക് പറയാനാവും. മറ്റു മണ്ഡലങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത വ്യത്യസ്ത വികസന വഴിയിലൂടെ പാറശാല മുന്നേറുകയാണ് ജനകീയ സ്വപ്നങ്ങൾക്കുമപ്പുറമുള്ള വിഹായസുകളിലേക്ക്. സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നെയ്യാറ്റിൻകര മണ്ഡലം പക്ഷേ വികസന കുതിപ്പിൽ അങ്ങ് വടക്കൻ നിയോജക മണ്ഡലങ്ങൾക്ക് പോലും മാതൃകയായി മാറുകയാണ്. തമിഴ്നാടിൻ്റെ സംസ്കാരം ഇഴുകിച്ചേർന്ന നെയ്യാറ്റിൻകര അയൽ സംസ്ഥാനത്തിന് പോലും അസൂയ ജനിപ്പിക്കുന്ന വികസന മുന്നേറ്റം നടത്തുമ്പോൾ നെയ്യാറ്റിൻകരയുടെ വികസന വിശേഷങ്ങളിലേക്ക്. നെയ്യാറ്റിൻകര നഗരസഭയും അതിയന്നൂർ, കാരോട്, ചെങ്കൽ, കുളത്തൂർ, തിരുപുറം ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ കെ ആൻസലൻ MLA നേതൃത്വത്തിൽ സമഗ്ര വികസന മുന്നേറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്. ആറയൂർ പൊൻവിള റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി 5 കോടി രൂപ അനുവദിച്ചത് മണ്ഡലത്തിലെ പ്രധാന ഗതാഗത വികസന നേട്ടമാണ്. ആറയൂർ പൊൻവിള റോഡ് വികസനം ചെങ്കൽ, കുളത്തൂർ, കാരോട്, തിരുപുറം, അതിയന്നൂർ, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ റോഡ് നവീകരണം എന്നിവ മണ്ഡലത്തിലെ മുഖച്ഛായ മാറ്റുന്നതാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയുള്ള സുരക്ഷിതവും സൗകര്യപ്രദവുമായ വികസനത്തിനാണ് ഊന്നൽ നൽകുന്നത്. നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ PW റോഡുകൾ പൂർണ്ണമായും BNBC നിലവാരത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ശേഷിക്കുന്ന റോഡുകൾ കൊച്ചാമം പുതുക്കുളം, കൊച്ചാമം ആറയൂർ, അതുപോലെ തന്നെ പൂഴിക്കുന്ന് വ്ളാത്താങ്കര വരുന്ന റോഡുകൾ CRF ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 16 കോടി രൂപയുടെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്.
അതുകൂടെ വരുമ്പോൾ നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ റോഡുകളും BNBC നിലവാരത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. കരകളെ മനസ്സുകളെ ബന്ധിപ്പിക്കാനായി 2 പാലങ്ങൾ. മുള്ളറവിള ആയയിൽ കുന്നിപ്പുറം പാലങ്ങൾ യാഥാർത്ഥ്യമാകുകയാണ്. 60 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയുമുള്ള പാലമാണ് 9.67 കോടി രൂപ എസ്റ്റിമേറ്റിൽ കുന്നിപ്പുറത്ത് നിർമ്മിക്കുന്നത്. പദ്ധതിക്ക് ഇരുകരകളിലുമായി 5.27 കോടി രൂപ ചെലവിട്ട് 10.936 ഭൂമിയാണ് ഏറ്റെടുത്തത്. കെട്ടിടങ്ങൾ പൊളിക്കൽ നടപടികൾ നടക്കുന്നു. 7 മീറ്റർ വീതിയിലാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. മുള്ളറവിള പ്രദേശത്തെ പെരിങ്കിടവിള പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന മുള്ളറവിള ആയയിൽ പാലത്തിന്റെ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. 8 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് കിഫ്ബി അനുവദിച്ചത്. കന്നിപ്പുറം പാലത്തിന് 15 കോടി, ആയയിൽ മുള്ളറവിള പാലത്തിന് 20 കോടി, കുഴിയൂർ പുതിയൊരു പാലവും അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 23 കോടി രൂപ, അടിസ്ഥാന റോഡുകളുടെ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ ആശുപത്രികളുടെ വികസനത്തിന്, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കടൽ ഭിത്തി നിർമ്മാണം, തീരദേശ ഹൈവേ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 200 കോടിയിലധികം രൂപ കുടിവെള്ള പ്രോജക്റ്റുകളടക്കം ഉൾപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു 800-900 കോടിയുള്ള രൂപയാണ് കിഫ്ബി മാത്രം നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതും പ്രഖ്യാപിക്കപ്പെട്ടതും. വാട്ടർ അതോറിറ്റി ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് 25.64 ലക്ഷം രൂപയും KSEB ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് 3.89 ലക്ഷം രൂപയും അനുവദിച്ചു. 20 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവിടുന്നത്. 2016-17 ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ നിരവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് യാഥാർത്ഥ്യമാകുന്നത്. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ അതിരൂക്ഷമായിരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കും എന്നത് 2016 തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനമായിരുന്നു. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. കുടിവെള്ളം ഏറ്റവും വലിയ രൂക്ഷമായിട്ടൊരു പ്രദേശമാണ്. ആ കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ 200 കോടി രൂപയുടെ പദ്ധതികളാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊജക്റ്റുകളാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത്. അതിൽ സംസ്ഥാനത്ത് വിരലെണ്ണാവുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 11 മാസത്തിന് മുമ്പ് നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ അതിയന്നൂർ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി കഴിഞ്ഞു. കാരോട് കുടിവെള്ള പദ്ധതിയുടെ പ്രൊജക്റ്റിൻ്റെ പ്രവർത്തനം 80% പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ 50 വർഷത്തിലധികം പഴക്കമുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിലനിൽക്കെ തന്നെ പുതിയ 20 കോടി രൂപ അനുവദിച്ച് പുതിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പണി നടക്കുകയാണ്. അതിനാവശ്യമായ വെള്ളം കൊണ്ടുവരുന്നതിന് കോരണിക്കടവിൽ 9 കോടി രൂപയുടെ തടയണയും 3.5 കോടി രൂപയുടെ വെല്ലും അനുബന്ധ പ്രവർത്തനങ്ങളും ദ്രുതഗതി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കോടതി റോഡിൽ നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും പ്രയാസം നേടുന്ന രൂപത്തിലേക്ക് പൈപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഹരിത നെയ്യാർ മാലിന്യരഹിത നെയ്യാറ്റിൻകര പദ്ധതിക്ക് തുടക്കമായി. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം പരിപൂർണമായും മാലിന്യരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് ഹരിത നെയ്യാർ. ചെരുപ്പ്, ബാഗ്, തുണിത്തരങ്ങൾ, കുപ്പിച്ചില്ലുകൾ, ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ എന്നിങ്ങനെയുള്ള അജൈവ മാലിന്യങ്ങളാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്നത്. 10 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായി നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലാണ്. 10 വർഷത്തിന് മുമ്പ് നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗവും നേരിട്ടിരുന്നത് ഗുരുതരമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ അയക്കുന്നതിന് രക്ഷിതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. അത് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് 82 കോടിയിലധികം രൂപയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇതിനകം ചെലവഴിച്ച് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത്. അതുകൂടാതെ MLA ഫണ്ടിൽ നിന്നും 21 വാഹനങ്ങളാണ് സ്കൂളുകൾക്ക് വേണ്ടി കുട്ടികളുടെ യാത്രാസൗകര്യത്തിന് വേണ്ടി അനുവദിച്ചു നൽകിയത്.
18 പ്രീ പ്രൈമറി സ്കൂളിലാണ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കിക്കൊണ്ട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ സജീവമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സ്ഥാപനമാണ് നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിക്കുന്ന EIT. വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. MLA ഫണ്ട് കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപയ്ക്ക് ആറാലമൂട് വെജിറ്റബിൾ മാർക്കറ്റിൽ കെട്ടിടം പണി പൂർത്തീകരിക്കുകയാണ്. ഈ മാസം തന്നെ പണി പൂർത്തീകരിച്ച് EIT സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ്. കോവളം മണ്ഡലത്തിൽ ഈ തീരുമാനം നടപ്പാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് EIT എന്ന് പറയുന്ന സ്ഥാപനം അടച്ചുപൂട്ടേണ്ട സ്ഥിതി വരുമ്പോഴാണ് നെയ്യാറ്റിൻകര ആ വിദ്യാഭ്യാസ സ്ഥാപനം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ആരോഗ്യരംഗത്ത് ഫലപ്രദമായ ഇടപെടലാണ് കഴിഞ്ഞ 10 വർഷം കാലം നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നെയ്യാറ്റിൻകര ജനറൽ 2016 മുമ്പ് ശരാശരി ഒപിയിൽ വരുന്നത് 600 മുതൽ 900 വരെ ആളുകളാണ്. എന്നാൽ ഇന്ന് 1800 മുതൽ 2500 വരെ ആളുകൾ ഒപിയിൽ വരുന്ന ചികിത്സ തേടുന്നുണ്ട്. നെയ്യാറ്റിൻകര ആശുപത്രി ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യം യാഥാർത്ഥ്യമാക്കി. നടക്കില്ലെന്ന് പറഞ്ഞ ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യം 2017 നവംബർ മാസത്തോടുകൂടി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരു ദിവസം 50 ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന സർക്കാർ ആശുപത്രി, ഏറ്റവും വലിയ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന സർക്കാർ ആശുപത്രി നെയ്യാറ്റിൻകര താലൂക്ക് ജനറൽ ആശുപത്രിയായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിരുകളില്ലാത്ത ആകാശം പോലെ വികസനം ഇവിടെ ചരിത്രം കുറിച്ച് പ്രയാണം തുടരുകയാണ്, എല്ലാ ജനകീയ മേഖലയിലും പൂർണ്ണമായും സ്പർശിച്ചുകൊണ്ട്.